സ്കിപ്പ് ചെയ്യല്ലേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഹെയർ ഫാൾ. ഈ ഹെയർ ഫാൾ മാറാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഉണ്ട്, നല്ല കിട്ടുന്ന ടിപ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം, ബാക്കി ടിപ്സ് പുറകെ വരും. എന്തെന്ന് വെച്ചാൽ ഒരു ഹെയർ ഓയിലാണ്. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്താണെന്ന് നോക്കിയാലും ഭയം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഇട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ കറിവേപ്പില നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിരിക്കും ഇപ്പോൾ കൂടുതൽ കിട്ടുക. വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കുക. ചൂടായതിന് ശേഷം ഈ കറിവേപ്പില അതിലോട്ടിടുക. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുക, അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. എങ്ങനെയായാലും അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ അതിലോട്ട് ഇറങ്ങും, ഉറപ്പായിട്ടും ഇറങ്ങും. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ആ ഹെയർ ഓയിൽ ആ എണ്ണയിലിട്ട് ആ എണ്ണയിലോട്ട് ഇറങ്ങി ചെല്ലും. ഇതെന്ത് ചെയ്യുക വെച്ചാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് യൂസ് ചെയ്യുക. സ്കാൾപ്പിലും ഹെയറിലും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക. നല്ല ഹെയർ കിട്ടാനായിട്ടും നല്ല ബലമുള്ള നല്ല കറുപ്പായിട്ടുള്ള മുടി കിട്ടാനായിട്ടും ഹെയർ ഫാൾ നന്നായിട്ട് കുറയാനായിട്ട് നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് അനുഭവമുള്ള കാര്യമായിട്ട്. കാരണം ഇപ്പോൾ കുറച്ച് അടുത്തായിട്ട് 2-3 മാസം മുമ്പ് എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ വന്നു. പിന്നെ ഇപ്പം എനിക്ക് മുടി വരുന്നത് എന്നാൽ 3 ദിവസം കൂടുമ്പോൾ ഇത്രയും മുടി വരുന്നുള്ളൂ. ഇതൊക്കെ ഒരു പാകമാണെന്ന് പറയാം. 3 ദിവസം കൊണ്ട് ഇത്രയല്ലേ വരുന്നുള്ളൂ, 1 ദിവസം അല്ലല്ലോ. 3 ദിവസം രാവിലെയും നൈറ്റിലും യൂസ് ചെയ്തിട്ട് മുടി കോംബ് ചെയ്തിട്ടും എനിക്ക് ഇത്രേ വരുന്നുള്ളൂ. 1 ദിവസത്തല്ല, 3 ദിവസത്തെയാണ് ഈ മുടി എനിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലിങ്ങനെ ഒതുങ്ങുക, അത്രയും മുടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പല്ല് വിടവുള്ള കോമ്പ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പ് ആർക്കും കൊടുക്കാണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തോർത്തുണ്ടല്ലോ, നമ്മുടെ തല തോർത്തുണ്ട്, തോർത്ത് വേറെ ആർക്കും ഷെയർ ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തലയിണ ഡെയിലി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല, അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും മാറ്റുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ബാക്കി ടിപ്സ് ആയിട്ട് പറയുക. ബൈ.